വളരെ പ്രഗത്ഭരും തപസ്വികളുമായ ആചാര്യന്മാർ അദ്വൈത ഭിന്നമായ മറ്റു പന്ഥാവിനെയും ദർശനങ്ങളെയും ആശ്രയിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്നതായി അനാദികാലമായി നാം കാണുന്നു. ഇതെന്തുകൊണ്ടാണ്? അതിനെന്താ കുഴപ്പം? അദ്വൈതം പരമാർത്ഥമാണ്. അദ്വൈത പരമാർത്ഥോഹി, ശരിയാണ്. അദ്വൈത പരമാർത്ഥോഹി, നിശ്ചയമായും പരമാർത്ഥം അദ്വൈതമാണ്. പക്ഷേ ഈ പരമാർത്ഥ ദർശനത്തിലേക്ക് എത്ര പേരെത്തും? അനേക കോടി പേരിൽ ഒരാൾ. ബാക്കിയുള്ളവർ സത്യസന്ധമായി തങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ദ്വൈതതലത്തെ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതിനെന്താ തെറ്റുള്ളത്? അവർ കപടമായിട്ട് അദ്വൈതം സത്യമാണെന്ന് പറയണോ? അതിനെ ബഹുമാനിക്കണ്ടേ? നോക്കൂ, ഒരാൾ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉയരമുള്ള ഒരു പർവ്വതം കയറുകയാണ്. 2 കിലോമീറ്റർ ഉയരമുള്ള പർവ്വതമാണ് കയറുന്നത്. അയാൾ 500 മീറ്ററിലെത്തിയപ്പോൾ അയാൾ ചുറ്റുപാട് കണ്ടത് മുഴുവൻ വർണ്ണിച്ചു, എഴുതി വെച്ചു. 500 മീറ്റർ കൂടി കയറി 1 കിലോമീറ്റർ എത്തിയപ്പോൾ കാഴ്ച തീർത്തും മാറിയിട്ടുണ്ട്. അപ്പോൾ എഴുതി വെച്ചു. 3ാമത് 1500 മീറ്ററിൽ എഴുതി വെച്ചു. 2000 മീറ്റർ അതിൻ്റെ ടോപ്പിലെത്തിയപ്പോഴോ 4 ഭാഗവും കാണും. അതുവരെ 4 ഭാഗവും കാണില്ല. ആദ്യം ചെറിയൊരു ഭാഗമേ കാണുള്ളൂ. കുറച്ചും കൂടി മുകളിലെത്തിയപ്പോൾ കുറേയും കൂടി വലിയ ഭാഗം കാണാം. കുറേയും കൂടി മുകളിലെത്തിയപ്പോൾ അതിനേക്കാൾ വലിയ ഭാഗം കാണാം. ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ മുഴുവൻ കാണാം. ഈ 4 പേരും അവരവരുടെ ദർശനത്തിനനുസരിച്ച് വർണ്ണന ചെയ്താൽ ആ വർണ്ണന തെറ്റാണോ ശരിയാണോ? ശരിയാണ്, തെറ്റല്ല. ആ തലത്തിൽ അത് ശരി, ഈ തലത്തിൽ ഇത് ശരി. അദ്വൈതി പരമമായ അദ്വൈത ദർശനത്തിൽ ഏകമാണ് സത്യം എന്ന സമദർശനത്തിലേക്ക് ഉയർന്ന ആളാണ്. അത് അനേക കോടിയിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർ ആചാര്യന്മാരല്ല എന്ന് പറഞ്ഞേക്കരുത്. മറ്റുള്ളവർ തപസ്സികളല്ല എന്ന് പറഞ്ഞേക്കരുത്. എല്ലാവരെയും ബഹുമാനിക്കാനും ആദരിക്കാനും എല്ലാ ദർശനങ്ങളെയും ബഹുമാനിക്കാനും നമുക്ക് സാധിക്കണം. ഒരാളും ഒന്നിനേക്കാൾ ഉയർന്നതോ താണതോ അല്ല. അതാദ്യം മനസ്സിലാക്കണം. എല്ലാവരും അവരുടേതായ സാധനയുടെ ബൗദ്ധിക തലത്തിൻ്റെ വിചാരത്തിൻ്റെ ഭേദത്തിൽ കഴിയുന്നവരാണ്. ഒന്ന് മാത്രമേ വേണ്ടൂ, തൻ്റെ കാഴ്ചപ്പാടിനോട് നീതി പുലർത്തുക. തൻ്റെ കാഴ്ചപ്പാടിൽ സത്യസന്ധത പുലർത്തുക. അതാണ് വേണ്ടത്. അതുകൊണ്ട് ദ്വൈതിയെയും നമ്മൾ ആദരിക്കും, വിശിഷ്ടദ്വൈതിയെയും ആദരിക്കും, അദ്വൈതിയെയും ആദരിക്കും. അത് ശ്രദ്ധിക്കുക. ഇനി മറ്റൊന്നു കൂടിയുണ്ട്. അത് ഒരു ആചാര്യൻ്റെ സ്വാനുഭൂതി തലം എന്താണെന്ന് നമുക്കറിയില്ല. എന്നാൽ അയാൾ ലോകത്തിൽ ആരോട് സംവദിച്ചോ, ആർക്കുപദേശം ചെയ്തുവോ, അയാൾക്ക് ഉൾക്കൊള്ളാവുന്ന തലത്തിലും ഭാഷയിലും ആ സത്യത്തെ ആവിഷ്കരിക്കും. അപ്പോൾ ആചാര്യൻ ഒരു ദ്വൈതപരമായ ഉപദേശം ചെയ്തതുകൊണ്ട് അയാൾ ദ്വൈതിയാണെന്ന് അർത്ഥമില്ല. ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്ന സമാജത്തിന് വേണ്ടത് ഇതാണ്. വ്യക്തമാണല്ലോ പറഞ്ഞത്. ഒരു ഗുരുനാഥനരികെ 10 ശിഷ്യന്മാർ ചെന്നാൽ 10 പേർക്കും ഒരു പാഠമല്ല എടുക്കുന്നത്. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനനുസരിച്ചാണ് ആ ഗുരുനാഥൻ കൊടുക്കുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. തപശ്ചര്യ സ്വാഭാവികമായി ഏകാഗ്രതയിലേക്കും അദ്വൈത ചിന്തയിലേക്കും നയിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അത് അതത് സ്ഥലത്ത് അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനിമാർ. ഓർമ്മിച്ചാൽ മതി, എന്നാൽ പ്രശ്നമല്ല. ഇന്ന് കണ്ടതിനെ ഇന്ന് വാഴ്ത്തി, നാളെ ഇതന്നെ വാഴ്ത്തിക്കൊള്ളണമെന്നില്ല. ശ്രദ്ധിക്കുക.